ഞരമ്പ് ടൈറ്റാകുന്നത് മാറിയെന്നും ഡോക്ടർ പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരങ്ങളുയർത്തി യേശുവിനെ വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അമ്മിണി, സ്ഥലം അമ്പായത്തോട്. എൻ്റെ വയറ്റിലൊരു തടിപ്പുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വേദനയും ഉണ്ടായിരുന്നു. ഞങ്ങൾ അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ ഉമിനീരെടുത്ത് എൻ്റെ കയ്യിൽ തന്നു. തടിപ്പുള്ളെടുത്ത് തൂക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. പിന്നീട് തൊട്ടു നോക്കിയപ്പോൾ ആ തടിപ്പ് അവിടെയില്ല. ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരങ്ങളുയർത്തി വിളിക്കാം. ഈശോയേ, ഈശോയേ, ഈശോയേ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഓമന. ഞാൻ കീഴ്പള്ളിയിൽ നിന്നും വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ സൗഖ്യത്തിനായിട്ടാണ്. എൻ്റെ ഭർത്താവിന് ജോലി സ്ഥലത്ത് വെച്ച് ഒരു അപകടം പറ്റി. കാലിൻ്റെ മുട്ടുചിരട്ടയ്ക്ക് വിള്ളലും കൈയുടെ ഷോൾഡറിന് പരിക്കും പറ്റി. ആവില പള്ളിയിൽ വരികയും അച്ഛനെ കാണുകയും 3 ദിവസം ശുഭരാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു. സൗഖ്യം തരികയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് സൗഖ്യം കിട്ടി. ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി. സൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും കർമ്മലീത്ത മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1 കോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് സാറ, കരിക്കോട്ടക്കരി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് കൗണ്ട് 7 ആയിരുന്നു. ഞാൻ 9 മണിയുടെ യേശുനാമ ജപത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. കൈവയ്പ് ശുശ്രൂഷ സമയത്ത് ഞാൻ അച്ഛനോട് എൻ്റെ കാര്യം പറഞ്ഞു. അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ഈശോയുടെ കുഞ്ഞാണ് എന്ന് 100 വട്ടം ഉരുവിടാൻ പറഞ്ഞു. ഞാൻ മുടങ്ങാതെ ചെയ്തു. പിന്നെ 1 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തു നോക്കി. 2 ആയി കൗണ്ട്, നോർമലായി. യേശുവേ നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛന് 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. എൻ്റെ പേര് ജസ്റ്റി, എടത്തൊട്ടിയിൽ നിന്ന് വരുന്നു. എൻ്റെ ബ്രസ്റ്റിന് വേദനയുണ്ടായിരുന്നു. ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളാണോ എന്നോർത്തിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ 3 വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പവുമില്ലെങ്കിൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം എല്ലാവിധത്തിലുള്ള ടെസ്റ്റുകളും ചെയ്തു നോക്കി. അതിൽ ക്യാൻസർ പോലുള്ള ഒരു കുഴപ്പവുമില്ല എന്നും ഹോർമോൺ ചേഞ്ച് കാരണം വരുന്ന വേദനയാണെന്നും പേടിക്കാനൊന്നുമില്ല എന്നും ഡോക്ടർ പറഞ്ഞു. അടുത്ത സാക്ഷ്യം എഴുതുന്നത് എൻ്റെ കൊച്ചിന് വേണ്ടിയാണ്. പേര് ഗബ്രിയേൽ. കൊച്ചിൻ്റെ കണ്ണിന് ചെറുതായിട്ട് കോങ്കണ്ണ് പോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ ആദ്യം റാപ്സൻ അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, 3 വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചക്കഞ്ഞി കുട്ടിയെ കഴിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അതിനുശേഷം നല്ലൊരു ഐ ഹോസ്പിറ്റലിൽ പോയി കണ്ണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ണിനൊരു കുഴപ്പവുമില്ല, ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വലിയൊരു അത്ഭുതമാണ്. കുഞ്ഞിന് കോങ്കണ്ണ് ആയിരിക്കുന്നു എന്നതുപോലെയുള്ള ഒരവസ്ഥ ആയിരുന്ന സമയത്ത് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അന്തർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസയുയർത്ത യേശുനാമത്തിൽ. ദൈവത്തിന് സ്തുതി. ആദ്യമായി തന്നെ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മലനാഥയ്ക്കും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കുറേ നാളുകളായി എൻ്റെ കൈക്ക് തോൾ മുതൽ വേദനയായിരുന്നു. 2-3 ഡോക്ടർമാരെ കാണിച്ചു. പക്ഷേ മരുന്ന് കഴിക്കുമ്പോൾ കുറവുണ്ട്. വീണ്ടും മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും വേദന തുടങ്ങും. രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കില്ലായിരുന്നു. പിന്നീട് വയനാട്ടിൽ പോയി തിരുമ്മി നോക്കി. എന്നിട്ടും വലിയ കുറവൊന്നും കണ്ടില്ല. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ ഉമിനീർ എടുത്തു തന്ന് എന്നോട് തോളിൽ
തൂക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. അച്ഛൻ്റെ ഉമിനീർ പുരട്ടിയതിന് ശേഷം എനിക്ക് ആശ്വാസം കിട്ടി. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, എല്ലാം മാറിക്കൊള്ളുമെന്ന്. ഇപ്പോൾ വേദന മാറി, ഒരു കുഴപ്പവുമില്ല. യേശുവേ നന്ദി. ജോസ് പുലിക്കുരുമ്പ. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പുലിക്കുരുമ്പേന്ന് വയനാട് വരെ പോയി ശുശ്രൂഷ നടത്തിയതാണ്. കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവ് വചനം അയച്ച് അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമാക്കണമേ. എൻ്റെ പേര് ജോസ്. ഉളിക്കൽ ഉണ്ണിമിശിഹ ഇടവകാംഗമാണ്. എൻ്റെ ഭവനത്തിലേക്കുള്ള റോഡ് അയൽക്കാർ തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മുട്ടിലിഴഞ്ഞ് എൻ്റെ നിയോഗം എഴുതി ബന്ധിതനായ ഈശോയ്ക്ക് സമർപ്പിച്ച് കെട്ടിയിട്ടു. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ഓൺലൈൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അച്ഛൻ നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കേസ് ഒത്തുതീർക്കാൻ സാധിച്ചു. വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും നന്ദി അറിയിക്കുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കേസ് ഒത്തുതീർപ്പാക്കാൻ കർത്താവ് ഇടപെട്ടതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് അലീന. കേളകം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി B2 മുഴുവൻ മോഡ്യൂളും പാസ്സായി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ലീല. സ്ഥലം കാക്കയങ്ങാട്. എൻ്റെ മകൻ്റെ പേര് ഷിബു. ജീവിതത്തിലെ കഷ്ടപ്പാട് കാരണം വിദേശത്ത് പോയ അവന് TRC കാർഡ് ലഭിക്കുവാൻ വേണ്ടി മാതാവിൻ്റെ അടുക്കൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ മകന് TRC കാർഡ് ലഭിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ശോഭ. ഞാൻ മാങ്ങോട് നിന്ന് വരുന്നു. എൻ്റെ മകൻ ആദർശിന് നഴ്സിംഗ് പഠിക്കാൻ കേരളത്തിൽ മെറിറ്റിൽ സീറ്റ് ലഭിച്ചതായിരുന്നു. കോളേജ് അകലെ ആയതുകൊണ്ട് ഹയർ ഓപ്ഷൻ വെച്ചു. അപ്പോൾ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ആവിലയിലെ ഈശോയോട് പ്രാർത്ഥിച്ചു, സീറ്റ് കിട്ടണമേ എന്നും ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്നും പറഞ്ഞിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ സീറ്റ് ശരിയായെന്ന്. ഞാൻ ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യയോടും കർമ്മല മാതാവിനോടും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എലിസബത്ത് കീഴ്പള്ളി. എൻ്റെ മകൾ റോസിന് മൈഗ്രെയിൻ ആയിരുന്നു. അവൾ UK-യിലാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തലവേദന മാറിക്കിട്ടി. പിന്നീട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബന്ധിതനായ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. കരമടിച്ച് നന്ദി പറയാം ഈശോയേ. എൻ്റെ പേര് ലീലാമ്മ. സ്ഥലം മാങ്ങോട്. എൻ്റെ നഷ്ടപ്പെട്ട ആധാരം തിരിച്ചു കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ആധാരം തിരിച്ചു കിട്ടിയാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് ഞാൻ നേർന്നിരുന്നു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. നഷ്ടപ്പെട്ട വസ്തുക്കൾ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ തിരിച്ചു കിട്ടുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് അലക്സാണ്ടർ. ഞാൻ 2-ാം കടവിൽ താമസിക്കുന്നു. എൻ്റെ മകൾ നിത്യയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. അവൾ OET പഠിക്കുന്നത് മുതൽ ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വരികയും അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അച്ഛൻ പറയുമായിരുന്നു, എല്ലാം ശരിയാകും, സാക്ഷ്യം പറയണമെന്ന്. അതിൻ്റെ ഫലമായി OET ആദ്യ തവണ പാസ്സാകുവാനും വിസയുടെ എല്ലാ തടസ്സവും മാറി ജോലി കിട്ടുകയും അതുപോലെ അയർലൻഡ് പരീക്ഷ ആദ്യ തവണ ജയിക്കുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് മിനി. ഞാൻ പെരിങ്കിരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിത് എഴുതുന്നത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. എൻ്റെ കൂട്ടുകാരി സോണിയയ്ക്ക് വയറുവേദനയും ലൂസ് മോഷനുമായി ഉളിക്കൽ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ഇരിട്ടി സ്കൈ ഹോസ്പിറ്റലിൽ വിട്ടു. അവിടുന്ന് 2 ദിവസമായിട്ടും കുറവാകാതെ വന്നതിനാൽ കണ്ണൂർ
കണ്ണൂർ ശ്രീചന്ദ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ആകെ ടെൻഷനായി. അപ്പോൾ വീട്ടിലെ ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യയോടും പ്രാർത്ഥിച്ചു. കുഴപ്പങ്ങളൊന്നുമില്ലാതെ വേഗം ഡിസ്ചാർജായി വന്നാൽ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ദിവസം അവിടുന്ന് ഡിസ്ചാർജായി കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിൽ തിരിച്ചെത്തി. എൻ്റെ കൂട്ടുകാരി മേരി ചേച്ചിക്ക് പണിക്ക് പോയ സ്ഥലത്തു നിന്ന് തലകറങ്ങി വീണു. വള്ളിത്തോട് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ബോധമുണ്ടായിരുന്നില്ല. അവിടുന്ന് ഇരിട്ടി അമല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ പറ്റില്ല എന്നും പറഞ്ഞു. എത്രയും വേഗം കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് MRI ചെയ്തപ്പോൾ തലയിലെ ഒരു ഞരമ്പിലേക്ക് രക്തം കട്ട പിടിക്കുന്നതായി കണ്ടു. 3 ദിവസത്തെ ഇഞ്ചക്ഷൻ കൊണ്ട് മാറ്റമുണ്ടായില്ല എങ്കിൽ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യയോടും പ്രാർത്ഥിച്ചു. സർജറിയും ഇഞ്ചക്ഷനും ഒന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് സുഖമായി വരാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പ്രാർത്ഥിച്ചു. ICUവിലായിരുന്നു. ഓപ്പറേഷനും ഇഞ്ചക്ഷനും ഒന്നുമില്ലാതെ പിറ്റേന്ന് ഒരു കുഴപ്പവുമില്ലാതെ ഡിസ്ചാർജായി വീട്ടിലെത്തി. എൻ്റെ 2 കൂട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. അക്ഷത്തിൽ വിളിക്കാം ഈശോയേ. ഞാനൊരു 4 മാസം മുൻപ് ആവില പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ സഹോദരൻ അപ്പച്ചനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ വലതു കൈക്ക് വേദനയായിരുന്നു. പല മരുന്നുകൾ ചെയ്തിട്ടും മാറിയില്ല. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോന്നപ്പോൾ തന്നെ എൻ്റെ കൈയുടെ വേദന മാറി. പിന്നെ ആ വേദന ഉണ്ടായിട്ടില്ല. പിന്നെ കൊച്ചുമകൾക്ക് മൈഗ്രെയിൻ തലവേദനയായിരുന്നു. അവളുടെ തലവേദനയും മാറിക്കിട്ടി. പിന്നെ ഈ കുടുംബത്തിൽ എപ്പോഴും എന്തെങ്കിലും കാരണമുണ്ടാക്കി സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു. ഇപ്പോൾ നല്ല സമാധാനവും ദൈവവിശ്വാസത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ സാധിച്ചു തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. മേരി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ജിൻസൺ NV കൊട്ടിയൂർ. യേശുവേ നന്ദി. എൻ്റെ മകന് ജർമ്മനിയിൽ പോകുന്നതിന് വേണ്ടി ആവില സദനിൽ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി വിസ ലഭിക്കുകയും എല്ലാ കാര്യങ്ങളും ശരിയാകുകയും ചെയ്തു. ഈ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ഉഷ എന്നാണ്. ഞാൻ പൂപ്പറമ്പിൽ താമസിക്കുന്നു. എൻ്റെ മകൾ നയന തലകറങ്ങി വീണപ്പോൾ നാവിലൊരു മുറിവുണ്ടാവുകയും അതുമൂലം ഭക്ഷണം കഴിക്കാനും സംസാരിക്കുവാനും ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണുകയും ചെയ്തു. തുടരെ മകൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടും ഓർമ്മക്കുറവും ഉണ്ടായിരുന്നു. റാപ്സനച്ഛൻ മകളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അച്ഛൻ ഉമിനീര് മകളുടെ നാവിൽ പുരട്ടാൻ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മകളുടെ നാവിൻ്റെ ബുദ്ധിമുട്ടും തലകറക്കവും പഠിക്കുവാനുള്ള പ്രയാസവും ഓർമ്മക്കുറവും മാറിക്കിട്ടി. ഇവിടെ വന്ന് കർമ്മല മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകളുടെ എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം ഈശോയേ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. എൻ്റെ പേര് ലാലി. ഞാൻ കരിക്കോട്ടക്കരിയിൽ നിന്ന് വരുന്നു. ജൂലൈ മാസം പകുതിയായപ്പോൾ മുതൽ എൻ്റെ മകന് വയറുവേദനയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഗ്യാസ് പ്രോബ്ലം ആയിരിക്കുമെന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചപ്പോൾ അലർജിയായി. ശരീരം മുഴുവനും ചൊറിഞ്ഞു തടിച്ചു. മറ്റൊരു ഡോക്ടറെ കണ്ടപ്പോൾ അപ്പൻഡിക്സ് ആണ്. അത് സ്കാൻ ചെയ്ത് അതിൻ്റെ വലിപ്പം നോക്കിയിട്ട് ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ തൽക്കാലം ഓപ്പറേഷൻ ആവശ്യമില്ല എന്നും പറഞ്ഞു. ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത പേടിയായി. മോനെ സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ മുതൽ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥന ഒത്തിരി പ്രാവശ്യം ചൊല്ലി. അതോടൊപ്പം 6 സെൻറ്റിമീറ്ററിൽ കൂടുതൽ കാണാതിരുന്നാൽ ഞാൻ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് നേർച്ച നേർന്നു. സ്കാനിംഗ് റിസൾട്ട് വന്നപ്പോൾ 6 സെൻറ്റിമീറ്റർ മാത്രം. ഇപ്പോൾ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞു.
ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ എൻ്റെ അമ്മ ത്രേസ്യയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓപ്പറേഷൻ കൂടാതെ തന്നെ കർത്താവ് സൗഖ്യം നൽകിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഷിജി. ഞാൻ എടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾ അലീന മരിയയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവൾ പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആവിലയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണുകയും ബന്ധിതനായ ഈശോയുടെ മുൻപിൽ അവളുടെ CV കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മുംബൈയിൽ നല്ലൊരു കമ്പനിയിൽ ഈശോ ജോലി നൽകി അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് അദീന കൊളക്കാട്. ഞാൻ കഴിഞ്ഞ 1 വർഷമായി ജർമ്മൻ ഭാഷ പഠിക്കുകയായിരുന്നു. ഒടുവിൽ 2 ഇടങ്ങളിലായി എക്സാം അറ്റൻഡ് ചെയ്തെങ്കിലും എക്സാം എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എക്സാം പാസ്സായാൽ ആവില പള്ളിയിൽ വന്ന് സാക്ഷ്യം എഴുതി കൊടുത്തുകൊള്ളാം എന്ന് നേർന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്ന റിസൾട്ടിൽ ഞാൻ ഫുൾ മോഡ്യൂളും പാസ്സായി. ദൈവത്തിന് നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഒത്തിരിയേറെ മക്കൾക്ക് പരീക്ഷകളിൽ ഉന്നതമായ വിജയം ലഭിക്കാനും നല്ല ജോലി ലഭിക്കാനുമൊക്കെ കർത്താവ് ഇടവരുത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് മാത്യു. ഞങ്ങൾ പെരുമ്പുന്ന ഇടവകയിലാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം എൻ്റെ ഭാര്യ ലിസിക്ക് സന്ധിവാതവും ന്യൂറോയിഡ് അസുഖം കൂടുകയും കിടപ്പിലാവുകയും കിടന്നിടത്തു നിന്ന് തനിയെ എഴുന്നേൽക്കുവാനോ പരസഹായമില്ലാതെ ഒന്നും ചെയ്യുവാനോ പറ്റാതെയായി. കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടത്തി ഞങ്ങൾ മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ ഒക്ടോബർ 14 ഉരുൾനേർച്ചയിൽ പങ്കെടുക്കാമെന്നും സ്വയം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ സാക്ഷ്യം എഴുതിയിടാമെന്നും നേർന്നു. അതിൻ്റെ ഫലമായി ഒരാഴ്ച കൊണ്ട് സ്വയം എഴുന്നേറ്റ് നടക്കുവാൻ സാധിച്ചു. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി മിക്കവാറും എല്ലാ വ്യാഴാഴ്ചകളിലും ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടി യേശുനാമത്തിൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ കരമുയർത്തി കരമടിച്ച് സംഭവിക്കും കാലമല്ലോ. ഉണരാ ഉണരാ ഉണരാ. എൻ്റെ പേര് ആൽബിൻ ബേബി. കഴിഞ്ഞ വർഷത്തെ ഉരുൾനേർച്ചയിൽ പപ്പ വന്ന് ഉരുൾനേർച്ച നടത്തിയതിൻ്റെ ഫലമായി എനിക്ക് ജർമ്മനിയിൽ ഒരു റോബോട്ടിക് കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ലഭിച്ചു. എനിക്ക് ജോലി കിട്ടുവാൻ കാരണമായ ബന്ധിതനായ ഈശോയോടും കർമ്മല മാതാവിനോടും അമ്മ ത്രേസ്യയോടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സൺ അച്ഛനോടും 1 കോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. 2024 ഉരുൾനേർച്ചയിലെ പിതാവ് ഉരുൾനേർച്ച നടത്തി പ്രാർത്ഥിച്ചു. മകന് ജർമ്മനിയിൽ നല്ല ജോലി ലഭിക്കാൻ കർത്താവ് ഇടവരുത്തി. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അഞ്ജു ചെടിക്കുളം. എൻ്റെ മകൾ ഇസയ്ക്ക് ഹാർട്ടിനൊരു ഹോൾ ഉണ്ടായിരുന്നു. ആവിലയിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ആഴ്ചയ്ക്കുള്ളിൽ ഓപ്പറേഷൻ വിജയകരമായി നടക്കുകയും യാതൊരു കുഴപ്പവുമില്ലാതെ ഓപ്പറേഷൻ കഴിയുകയും ചെയ്തു. ആവിലയിൽ അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് ഏലിയാമ്മ. ആരംപുളിക്കൽ, സ്ഥലം ചുഴലി. എൻ്റെ സഹോദരൻ തോമസിന് വേണ്ടിയാണ് ഇതെഴുതുന്നത്. 1.5 കൊല്ലമായി അവന് ഛർദിയും തലവേദനയുമായി കഷ്ടപ്പെടുകയായിരുന്നു. അച്ഛനെ വന്ന് കണ്ടതിന് ശേഷം പൂർണ്ണമായി മാറിയതായിരുന്നു. ഇപ്പോൾ വീണ്ടും വന്നു. ആശുപത്രിയിലായിരുന്നു. അച്ഛനെ വന്നു കണ്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുഴപ്പമില്ല. എൻ്റെ മകൻ്റെ മകൻ 21 വയസ്സായി. ഭയങ്കര മദ്യപാനിയാണ്. അവനും ഈശോയുടെ സഹായത്താൽ മദ്യപാനം നിർത്തി നല്ല നിലയിൽ ജീവിക്കുന്നതിനായി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. എൻ്റെ പേര് അന്ന. മാങ്ങോട് നിന്ന് വരുന്നു.
ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായി എൻ്റെ കാലുകളിലെ വേദനയും ഞരമ്പ് വലിക്കുന്ന വേദനയും മാറിക്കിട്ടി. കൂടാതെ എൻ്റെ ഇടത് കൈയിലെ വിരലുകൾ കൊണ്ട് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ പിടിച്ച് എന്തെങ്കിലും ചെയ്താൽ ഇടത്തെ ഷോൾഡറിൽ നീര് വരികയും വേദനയും ഉണ്ടാകുമായിരുന്നു. അതിനാൽ ഒന്നും ചെയ്യാൻ വയ്യാതെ വല്ലാതെ വിഷമിച്ചിരുന്നു. റാപ്സനച്ചനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറിക്കിട്ടി. അതുപോലെ അലർജി മൂലം എൻ്റെ കണ്ണിന് വല്ലാത്ത ചൊറിച്ചിലും മുഖത്തും കണ്ണിനു ചുറ്റും കറുപ്പുമായിരുന്നു. നവംബർ 6-ാം തീയതിയിലെ വ്യാഴാഴ്ച പള്ളിയിൽ വന്നപ്പോൾ പ്രാർത്ഥിക്കുകയും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറയുകയും ചെയ്തു. അച്ഛൻ എൻ്റെ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ചൊറിച്ചിൽ പൊയ്ക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ കണ്ണിൻ്റെ ചൊറിച്ചിൽ മാറി. ചെറുതും വലുതുമായ അനവധി അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എൻ്റെ പേര് മോളി. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഈ സാക്ഷ്യം. എൻ്റെ മകളും ഭർത്താവും UK-യിലാണ്. മരുമകൻ്റെ അമ്മ UK-യിൽ പോയിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ വിസ നീട്ടിക്കിട്ടാൻ വേണ്ടി പാസ്പോർട്ട് അവിടുത്തെ എംബസിയിൽ കൊടുത്തിരുന്നു. 10 മാസം കഴിഞ്ഞ് അമ്മയ്ക്ക് തിരികെ പോരാൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ട് 3 മാസമായിട്ടും പാസ്പോർട്ട് അവർക്ക് തിരികെ ലഭിച്ചില്ല. നവംബർ 3-ാം തീയതി എല്ലാവരും നാട്ടിലേക്ക് വരാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടും അമ്മയുടെ പാസ്പോർട്ട് കിട്ടാത്തതിനാൽ ആകെ വിഷമത്തിലായിരുന്നു. ഞാനിവിടെ ക്ലീനിങ്ങിന് വന്നപ്പോൾ ബന്ധിതനായ ഈശോയോട് പ്രാർത്ഥിച്ചു. അവരുടെ യാത്രയ്ക്ക് തടസ്സം കൂടാതെ എത്രയും വേഗം പാസ്പോർട്ട് കിട്ടുവാൻ വേണ്ടി. യേശുപിതാവിൻ്റെ മധ്യസ്ഥതയാലും അമ്മ ത്രേസ്യയുടെ അനുഗ്രഹത്താലും പാസ്പോർട്ട് കിട്ടുകയും നവംബർ 3-ാം തീയതി തന്നെ അവർക്ക് വരാനും സാധിച്ചു. ഈശോയെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എൻ്റെ പേര് തങ്കമ്മ. ഞാൻ ഏറ്റുപാറയിൽ താമസിക്കുന്നു. ഞങ്ങളുടെ മകനും ഭാര്യയും കുറച്ച് നാളുകളായി പിണക്കത്തിലായിരുന്നു. ഞാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്ന് മുട്ടിൽ നീന്തി പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ ഫലമായി അവർ ഇപ്പോൾ രമ്യതയിലായി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് ബീന, സ്ഥലം കേളകം. എൻ്റെ മകൻ UK-യിലായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് പനിയും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടാകുമായിരുന്നു. അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. നാട്ടിൽ വന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടും എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈ കഴിഞ്ഞ മെയ്യിൽ ന്യൂമോണിയ വന്ന് കൂടുതലാവുകയും ബ്രോങ്കോസ്കോപ്പി ചെയ്തപ്പോൾ ലങ്സിലൊരു ഗ്രോത്ത് ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. കുത്തിയെടുത്ത് ബയോപ്സിക്ക് അയച്ചു. അപ്പോൾ ഞാൻ ആവിലയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നു. ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. 12 മണിക്കൂർ നീണ്ടുനിന്ന സർജറി ഒരു കുഴപ്പവും കൂടാതെ നടന്നു. ആദ്യം മുതൽ തന്നെ ആവിലയിൽ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. സർജറിയുടെ ദിവസം മുഴുവൻ സമയവും അച്ഛൻ പറഞ്ഞത് പ്രകാരം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഒരു കുഴപ്പവും കൂടാതെ സർജറി നടന്നു. ഇപ്പോൾ 4.5 മാസമായി. ഒരു മരുന്നും കഴിക്കുന്നില്ല. ഇത്രയും അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എൻ്റെ പേര് ഇന്ദു. പേരാവൂർ മലബാർ ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായി കോളേജിന് നാക് അക്രഡിറ്റേഷൻ കിട്ടുന്നതിനായുള്ള കഠിന പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. നാക് ടീമിൻ്റെ വിസിറ്റ് ഡേറ്റ് വന്നതിന് ശേഷം 2025 ഫെബ്രുവരി അവസാനം വിസിറ്റിന് തൊട്ട് മുൻപുള്ള ദിവസം നാക് ടീം അവരുടെ അസസ്മെൻറ്റ് പ്രോസസ്സ് മാറ്റുകയും ഓഫ്ലൈൻ വിസിറ്റ് ക്യാൻസൽ ചെയ്ത് ഓൺലൈനാക്കി മാറ്റുകയും ചെയ്തു. അതേ തുടർന്ന് അതുവരെ ചെയ്ത ഒരുപാട് ഡോക്യുമെൻറ്റ്സ് മാറ്റേണ്ടി വന്നു. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം മെയ് മാസത്തിൽ ഓൺലൈൻ വിസിറ്റിന് ഡേറ്റ് കിട്ടി. അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. വിസിറ്റ് തുടങ്ങി. പ്രസൻറ്റേഷന് വേണ്ടി ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോൾ വീണ്ടും വിസിറ്റിംഗ് ടീം മെമ്പേഴ്സിൽ 2 പേരുടെ അസാന്നിധ്യം കൊണ്ട് വിസിറ്റ് ക്യാൻസലായി. വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തു. മെയ് 31 വരെ ഞങ്ങൾക്ക് സമയം അനുവദിച്ചിരുന്നുള്ളൂ. ഈ സമയം ഞാൻ മാനസികമായി ആകെ തളർന്നു. ആവില പള്ളിയിൽ വന്ന് നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും മെയ് 23, 24 തീയതികളിൽ റീവിസിറ്റ് നടത്തുകയും കോളേജിന് B+ ഗ്രേഡ് വിത്ത് CGPA 2.93 ലഭിക്കുകയും ചെയ്തു. ഫസ്റ്റ് സൈക്കിളിൽ തന്നെ ഇത്രയും നല്ലൊരു വിജയം തന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു.
കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയേ, കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം. ഈശോയേ, ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ പേര് അനു ജോസ്. ഞാൻ പാലാവയൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 10 വർഷമായി കുവൈറ്റിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ എനിക്ക് ധാരാളം തടസ്സങ്ങളുണ്ടായിരുന്നു. തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന് സാക്ഷ്യം എഴുതി നൽകുകയും ചെയ്യാമെന്ന് നേർച്ച നേരുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുകയും ചെയ്തു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് സാന്ദ്ര ചന്ദ്രൻ, പാനൂർ. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി ആവില പള്ളിയിൽ വന്ന് നിയോഗം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. ലൈസൻസ് ടെസ്റ്റിൻ്റെ ദിവസം ഞാൻ വളരെ ടെൻഷനിലായിരുന്നു. ടെസ്റ്റ് വിജയിച്ചാൽ ആവിലയിൽ സാക്ഷ്യം എഴുതി അറിയിച്ചോളാമെന്ന് നേർന്നിരുന്നു. ദൈവാനുഗ്രഹത്താൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും ലൈസൻസ് കിട്ടി. എനിക്ക് ലഭിച്ച ദൈവാനുഗ്രഹത്തിന് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും